അവളും ഒരു സ്ത്രീയല്ലേ? അരുതാത്തത് പലതും പരസ്പരം ജയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും ഞാനും ഗീതുവും. പൊറുക്കാൻ പറ്റാത്തത് ഒരുപാട് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവൾ എന്നോട്. എന്നാലും എന്റെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ വന്ന ഒരാളായി അവളെ കണ്ടിട്ടില്ല ഞാൻ. സത്യം. വേണേട്ടാ, ഒരു രാജകുമാരിയെ പോലെ ജീവിച്ച ആ കുട്ടി ഇന്ന് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവളെ പോലെ ഇവിടെ ജീവിക്കുന്നത് കാണുമ്പോ എനിക്കെന്തോ ഭയം തോന്നുക. അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നിക്കുക. എനിക്ക് പേടി തോന്നുന്നു വേണോട്ടാ. കത്തിച്ചു പിടിക്കുന്നോ? അല്ല, വലിയ വീട്ടിലെ കൊച്ചന്മാരുടെ ശീലമായിട്ടുണ്ടല്ലോ ഇപ്പൊ വലിയും കൂടിയൊക്കെ. ആ ചെക്കൻ മനോജ് തീർന്നു കാണോ ഇപ്പോ? എന്തേ, തീരണമെന്നാണോ? അവൻ ഇനി എഴുന്നേറ്റ് വരരുത്. ചത്ത് തൊലയണോ അവൻ. ഇതാണ് പെണ്ണുങ്ങൾ പണി കൊടുക്കാൻ ഇറങ്ങിയുള്ള കുഴപ്പം. അവസാനത്തെ ഞരമ്പ് മുറിച്ചാലേ സമാധാനാവൂ. എന്റെ മാഡം, ആ ചെക്കൻ അങ്ങ് അവൻ അവന്റെ തന്തേനെയും തള്ളേനെയും കെട്ടിപ്പിറക്കി നാട് വിട്ടു പൊയ്ക്കോളും. നിങ്ങൾക്ക് ശല്യത്തിന് വരില്ല. പോരെ? കണ്ടോ, മാഡത്തിന് തൃപ്തിയായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, മാഡം അവനിട്ട് ഇപ്പൊ പണി കൊടുത്ത് മണ്ടത്തരവാ. നിങ്ങളുടെ മോക്കിനി അവനോട് മുടിഞ്ഞ സിമ്പതിയായിരിക്കും. അങ്ങനൊരു കുഴപ്പം കൂടി ഉണ്ട് ഈ പ്രേമത്തിന്. അവൾ ഇനി അവനെയും കൊണ്ടേ പോകൂ. ഒരിക്കലുമില്ല. ഞാൻ വളർത്തിയതാ എന്റെ മോളെ. അതിനെ കുഴപ്പം. ഗീതുവിനെ ഞാൻ നോക്കിക്കോളാം. പറഞ്ഞു മാറ്റിയെടുത്തോളാം. എനിക്ക് ഉറപ്പുണ്ട്. അല്ലാതെ എന്റെ സ്വത്തും സമ്പാദ്യങ്ങളും കുടുംബ പേരും ഒക്കെ ഒരു ഗതിയില്ലാത്ത ഒരു കുടുംബത്തിൽ കൊണ്ടുചെന്ന് അടവയ്ക്കാൻ സമ്മതിക്കില്ല ഞാൻ. ഇത് സീതാലക്ഷ്മിയാ. ഒരു വാശിക്ക് ഇറങ്ങി തിരിച്ചാ പിന്നെ കാര്യത്തിന്റെ രണ്ടറ്റവും കൊണ്ട് ഞാൻ തിരിച്ചു കയറും. മുന്നിൽ വന്നതും വന്നു നിൽക്കുന്നതും വരാൻ പോകുന്നതും ഏത് തടസ്സമായാലും അടിവേര് വെട്ടി മാറ്റിയിട്ടേ ഉള്ളൂ ഈ സീതാലക്ഷ്മി. അതാരായാലും. എന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും തീർപ്പാക്കാനുള്ള ആയുധങ്ങളാ നീയൊക്കെ. രാഗി മിനുക്കിയെടുത്ത ആയുധങ്ങള്. മൂർച്ച പോരെന്ന് തോന്നിയ ആയുധങ്ങളെ കനലിലിട്ട് ഉരുക്കി കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട്. വെറും കാശുകാരി കൊച്ചമ്മമാരുടെ ഗണത്തിൽ നീ എന്നെ പെടുത്തല്ലേ രഘു? ഒഴിവാക്കുന്ന ആയുധങ്ങൾ ഉരുക്കുന്ന കനൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഈ സീതാലക്ഷ്മി. ഏതു ലോഹവും വെള്ളമാക്കുന്ന തീക്കനല്. ഇത് നിന്റെ കൂലിയല്ല, ഒരു പ്രോത്സാഹന സമ്മാനമാ. വാങ്ങിച്ചോ. ഇനി അംബിക, അവളാണ് നിന്റെ അടുത്ത ഇര. വച്ച് താമസിപ്പിക്കണ്ട. ഇളവ് കാട്ടുകയും വേണ്ട. അവളിനി വേണ്ട. മാഡം, കൊന്നു കളഞ്ഞേക്ക. അത് ഭയമുണ്ട് രഘുവിന്.
അപ്പൊ ഓക്കെ, കാണാം. നീയോ? നീ എന്താ ഇവിടെ ഇങ്ങനെ? തന്നെ ഒന്ന് കാണാൻ ഇവിടെ വന്നിറങ്ങുന്ന ഒരു ഊഹം ഉണ്ടായിരുന്നു. താനോ? അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്നവനൊക്കെ വിളി തിരിച്ചു വിളിച്ചു തുടങ്ങിയോ? ഞാൻ നിങ്ങളെ അണ്ണാന്ന് വിളിച്ചപ്പോഴൊക്കെ ആ വിളിയിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതിപ്പോ എന്റെ മനസ്സിലില്ല. നിനക്കിത് എന്തോ ഒരിടേക്കാ വെറുതെ. വലിയ സെറ്റപ്പിലൊക്കെ ആയല്ലോ. സീതാലക്ഷ്മി മേഡത്തിന്റെ വണ്ടിയില അപ്പൊ പോക്കുവരവ് കൊള്ളാം. എത്ര നാളുണ്ടാവും മേഡത്തിന്റെ ഈ സ്നേഹം? നിങ്ങൾ സൂക്ഷിച്ചോ. ഇരുവശത്തും മൂർച്ചയുള്ള കത്തിയില്ല നിങ്ങളുടെ പിടുത്തം. നീ നല്ല ഡയലോഗ് വെച്ച് കീറുന്നുണ്ടല്ലോ അർജുന. നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അതെ, നീ ഈ ഡയലോഗ് വിട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ വാ, നല്ല ഒന്നാന്തരം വാറ്റ് വന്ന് കിട്ടിയിട്ടുണ്ട്. അതെ, ഞാൻ ഇങ്ങനെ നിന്ന് നിന്നോട് കിന്നരിച്ചാലേ പണി പാടും. റിസ്കാ. ഒന്ന് നിന്നേ. ആ പാവം ചെക്കനെ പണിവെച്ച കേസിൽ എത്ര തന്നു നിങ്ങളുടെ മാഡം? എന്തേ, നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ചോര വീണ് നനഞ്ഞ നോട്ട് കൊണ്ട് തിന്നാൻ മാത്രമുള്ള ഗതികേട് എനിക്ക് വന്നിട്ടില്ല. കാശിന്റെയും പണത്തിന്റെയും എല്ലാ സുഖങ്ങളും അറിഞ്ഞുകൊണ്ട് വളർന്നവനാ ഞാൻ. അല്ലാതെ നിങ്ങളെപ്പോലെ പാലിന് പകരം കാടിവെള്ളം കുടിച്ച് വളർന്നവനല്ല. എന്തു പറ്റി അർജുന നിനക്ക്? വായിന്ന് വരുന്ന അപ്പടിയും തല്ല് കിട്ടുന്ന വാക്കുകളാണല്ലോടാ. മനോജിനെ കൊല്ലാൻ ഒപ്പിട്ടപ്പോൾ മേഡത്തിനോട് പറഞ്ഞുറപ്പിച്ച കാശ് മുഴുവൻ വാങ്ങണ്ട നിങ്ങൾ. അവൻ ചത്തിട്ടില്ല. ഞാൻ രക്ഷിച്ചിടും അവനെ. ആശുപത്രി കെട്ടിൽ കിടന്ന് അവൻ എന്നോട് നന്ദിയും പറഞ്ഞു. അത് കേട്ടിട്ടാ ഞാൻ ഈ വരുന്നത്. അപ്പോ രഘുവിനും പിഴയ്ക്കുമല്ലേ? മോനെ, അവൻ ചാകണമെന്ന് രഘു ആഗ്രഹിച്ചാ പിന്നെ അവൻ ചത്തതാ. പലപ്പോഴും ഞാൻ അവനെ വിട്ടുകളഞ്ഞതാ. എന്റെ കത്തിക്കും അവന്റെ മരണത്തിനും ഇടയിലുള്ള ഒരുതരം കളിയത്. രഘുവിന്റെ മാത്രം കളി. എനിക്ക് ആ ചെക്കനെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഫോൺ ചെയ്ത് വരുത്തണമായിരുന്നോ? അവൻ അവിടെ കിടന്ന് ചോര വാർന്ന് മരിച്ചേനെ. എടാ, ഞാനത് ചെയ്യായിരുന്നു നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വധൂരി. അപ്പൊ നിനക്ക് തോന്നും അവൻ എന്തിനാ ഞാൻ അങ്ങനെ കാച്ചിയെന്ന്. അഹങ്കാരത്തിനുള്ള ശിക്ഷയാ. അവന്റെ അല്ല, നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാ. നീ എന്ന് എന്നെ വെല്ലുവിളിച്ചില്ലേ ഞാൻ അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ്? അതാ ഞാനാ പണി കൊടുത്തത്. സന്തോഷായോ നിങ്ങൾക്ക്? എങ്കിൽ അവൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വാ. നിങ്ങൾ എനിക്ക് കാണിച്ചതിനേക്കാൾ നല്ലൊരു കാഴ്ച കാണിച്ചു തരാൻ ഞാൻ. പാവം, അവന്റെ പ്രായമായ അച്ഛനും അമ്മയും ആ മകനൊരു ആപത്തും വരാതിരിക്കാൻ പ്രാർത്ഥിച്ച് ഉണ്ണാതെയും ഉറങ്ങാതെയും ആ ആശുപത്രി വരാന്തയിൽ കണ്ണീരൊഴുക്കി കാത്തിരിക്കുന്ന കാഴ്ച കാണിച്ചു തരാൻ ഞാൻ. പാടോ, വന്ന് കാണ്. എടാ മതി, ഒരുപാട് അങ്ങ് കത്തിക്കയറല്ലേ. ഞാനല്ല വേറെ ആരെങ്കിലും വരുന്നെങ്കിൽ അവന്റെ ചിത കത്തി ചാമ്പലായനെ. ഇപ്പോ നീ ഇനി എന്റെ അടുത്ത് വാശി പിടിച്ച് ഡയലോഗ് അടിച്ചാ ഞാനങ്ങ് ചെല്ലും ആശുപത്രിയിലേക്ക്. അവന്റെ ബാക്കി നിൽക്കുന്ന ജീവനും കൂടി കുത്തിപ്പറിച്ചിങ് എടുക്കും ഞാൻ. അത് വേണോ? വേണോടാ? ഒരല്പം സ്വാതന്ത്ര്യം തന്നു കരുതി നീ രഘുവിന്റെ തലേ കയറി പെടുക്കല്ലേ. എടാ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഫലം കിട്ടിയില്ലെങ്കിൽ ആ അമ്പലത്തിലെ ദൈവത്തെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഏനവാ സീതാലക്ഷ്മി. നിന്നോടുള്ള വാശിക്കാൻ ഞാൻ അവനെ പണിഞ്ഞെങ്കിലും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ ആ ചെക്കനെ കൊല്ലാതെ വിട്ടെ. നീ അത് കളയിക്കാതെ എന്റെ കൂടെ വരുന്നെങ്കിൽ വാ. അല്ലാതെ അമ്മയുടെ കണ്ണീര്, അച്ഛന്റെ നിലവിളി, നാട്ടുകാരുടെ അനുശോചനം എന്നൊക്കെ പറഞ്ഞ് ഉള്ള മൂഡ് കളയാതെ വന്ന് നല്ല ഒന്നാന്തരം വാറ്റർ ഗ്ലാസ് പിടിപ്പിച്ചിട്ട് പോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെയിൽ കൊണ്ട് ഗ്ലാമർ കളയാതെ നീ നിന്റെ മൈനയെടുത്തേക്കല്ലേ. ഈ കോലത്തിലോ നിന്നെ അവൾക്ക് കണ്ടുകൂടാ. ഇനി ഉള്ള ഗ്ലാമർ കൂടി പോയാലോ? ചെല്ല്, പൊന്നുമോൻ ചെന്ന് വല്ല സഹായവും ചെയ്തിട്ട് വാ. ഞാനിവിടെയൊക്കെ കാണും. മോളെ, എന്താ മോളെ?
അമ്മണിയമ്മേ, ഹരിയേട്ടൻ എന്താ വരാത്തെ? അത് ഹരിയേട്ടന്റെ മനസ്സ് പഠിച്ചവളാ ഞാൻ ഇങ്ങനെ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോ ഞാൻ അറിഞ്ഞ ഹരിയേട്ടൻ എന്റെ അടുത്തുനിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കില്ല. പക്ഷെ ഇപ്പൊ എന്റെ അടുത്ത് വരാൻ പോലും എന്തിന് ഒന്ന് ഫോൺ ചെയ്യാൻ പോലും ഹരിയേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. തിരക്കിലാവും മോളെ. ഇതിനേക്കാളൊക്കെ തിരക്കിലായിരുന്നപ്പോ ഹരിയേട്ടൻ വന്നിട്ടുണ്ട്, എന്റെ അടുത്ത് താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഹരിയേട്ടൻ എന്തോ മാറ്റം വന്നിട്ടുണ്ട് അമ്മണിയമ്മ. കുഞ്ഞിനെ അന്വേഷിച്ച് എന്നിട്ടാ കുഞ്ഞിവിടെ. ഇതിപ്പോ എത്ര നാളായി അമ്മണിയമ്മ. എന്തെങ്കിലും ഒരു സൂചന തരാൻ പോലും ആർക്കെങ്കിലും സാധിച്ചോ? എല്ലാവരും മറന്നതുപോലെയാ. എനിക്കതിനാവോ അമ്മണിയമ്മ? എല്ലാരും മറന്നാലും എനിക്ക് മറക്കാനാവോ? എന്റെ കുഞ്ഞല്ലേ നഷ്ടപ്പെട്ടത്. നമുക്ക് എന്ത് കഴിയാനാ മോളെ? പ്രാർത്ഥിക്കാന്നല്ലാതെ. അങ്ങനെ പ്രാർത്ഥനയും വഴിപാട് മാത്രം പോരാ അമ്മണിയമ്മേ. നമ്മൾ തേടി ഇറങ്ങണം. അല്ലാതെ എനിക്ക് എന്റെ കുഞ്ഞിന് ആരും കൊണ്ടുതരാൻ പോകുന്നില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നേ. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എപ്പോഴേ അത് സംഭവിക്കുമായിരുന്നു. തേടി ഇറങ്ങാന്ന് വെച്ചാ എവിടേക്കാ മോളെ? എങ്ങോട്ടെന്നറിയാതെ മുന്നിൽ കാണുന്ന വഴികളിലൊക്കെ അന്വേഷിക്കണം. ചിലപ്പോ എന്റെ മോള് നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിലും നമ്മുടെ കൈയെത്തും ദൂരത്ത്. അല്ലാതെ ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എന്റെ ഹൃദയം നിലച്ചു പോവോ അമ്മണിയമ്മ? മോള് കരയാതെ. എല്ലാത്തിനും ഈശ്വരനൊരു വഴി കാണിച്ചു തരും. ഒരു ഈശ്വരനും ഒന്നും കാണിച്ചു തരാൻ പോണില്ല. നിങ്ങളീ പറയുന്ന ഈശ്വരന് ഒന്നും കാണാനുള്ള കണ്ണില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എനിക്ക് ഇത്ര സങ്കടം തരില്ലായിരുന്നു. എന്തിന്? ഈശ്വരനെ പോലും ഞാൻ കണ്ടിരുന്ന എന്റെ ഹരിയേട്ടനെ പോലും ഇന്ന് മൈനെ വേണ്ട. എല്ലാരും വിശ്വസിച്ചതാ എന്റെ തെറ്റ്. മൈൻഡ് തെറ്റ് ചെയ്തത് ഇപ്പോഴല്ല, കുറെ മുൻപാ. ആ തെറ്റിന്റെ ഫലമാ നീ ഇപ്പൊ അനുഭവിക്കുന്നത്. നീ സിദ്ധാർത്ഥനെ സ്നേഹിച്ചതും അരുതാത്തത് സംഭവിച്ചതും തെറ്റാണെന്ന് ഞാൻ പറയില്ല. അത് പ്രായത്തിന്റെ അബദ്ധമെന്നേ പറയൂ. പക്ഷേ നീ ഗർഭിണിയായിരുന്നിട്ടും സിദ്ധാർത്ഥനും മാനസയും തമ്മിലുള്ള കല്യാണത്തിന് വഴിമാറിക്കൊടുത്തതാ തെറ്റ്. ഏത് സാഹചര്യമായിരുന്നാലും നീ അങ്ങനെ ചെയ്യരുതായിരുന്നു മൈനെ. അത് അമ്മണിയമ്മ അന്ന് നീ അത് ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഉറക്ക നിലവിളിക്കേണ്ടി വരില്ലായിരുന്നു. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം, അതാരോടായാലും. പറയാനുള്ളവർ ഉള്ളിൽ ഒതുക്കിയവരെല്ലാവരും പിന്നീട് ജീവിതകാലം മുഴുവൻ ഉള്ളിലേക്ക് വലിഞ്ഞേ ജീവിച്ചിട്ടുള്ളൂ. ശരിയാ, അല്പം താമസിച്ചു പോയി. എങ്കിലും പറയേണ്ടവരോട് പറയാനുള്ള സമയമായി അമ്മണിയമ്മ. എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന്. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. അമ്മണിയമ്മേ, നമുക്കൊരിടം വരെ പോണം. എവിടേക്കെന്ന് ചോദിക്കുന്നില്ല. ഈ അമ്മണിയമ്മ വരും മോളുടെ കൂടെ. നമ്മൾ ചിലരെ വിഷമിപ്പിക്കാൻ പോവാ.
ശ്ശേ. ഏയ്, ഏയ്. ശ്ശേ, ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഡാ, നീ രഘുവിന്റെ ഫ്രണ്ട് അല്ലേ? എവിടേക്കേടാ? കേറിക്കോ, ഞാനാക്കാം. വാ. വേണ്ട മേഡം, ഈ വണ്ടിയിൽ കയറി പോകാൻ പറ്റുന്നിടത്തേക്കല്ല ഞാൻ പോകുന്നത്. ഹോസ്പിറ്റലിലേക്കാ, മനോജിന്റെ അടുത്തേക്ക്. സംശയിക്കണ്ട മേഡം, നിങ്ങളുടെ മോള് കയറി പ്രേമിച്ച ആ മനോജ് തന്നെ നിങ്ങൾ വെട്ടിക്കേറി കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത മനോജ്. അവന് കാവലിരിക്കുന്ന അവന്റെ അച്ഛനും അമ്മയും തുള്ളി വെള്ളം കഴിച്ചിട്ട് ദിവസങ്ങളായി. അവർക്ക് ഇത്തിരി ഭക്ഷണം കൊണ്ടുപോണ പോക്കാ ഞാൻ. അവർക്ക് വേറെ ആരും ഇല്ലേ? പോരുന്നോ? കണ്ടിട്ട് പോരാം. മേഡം നിന്ന്. കൊള്ളാം മേഡം, അസലായിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങള് വെടിപ്പായിട്ടുണ്ട്. ഇനി എന്താ അടുത്ത പ്ലാൻ? ആരെ കൊല്ലാനാ? നിങ്ങളുടെ മോളെയോ? അവളെ ശിക്ഷിക്കണ്ടേ? രണ്ടുപേര് പങ്കെടുത്തൊരു കുറ്റത്തിന് ഒരാളെ മാത്രം ശിക്ഷിച്ചത് മര്യാദക്കേടായിപ്പോയി. നീ ആരാടാ ഇതൊക്കെ തിരക്കാൻ? മനോജിന്റെ കുടുംബക്കാരനോ അതോ രക്ഷകനോ? ഒരുപാട് ഹീറോയാകാൻ ശ്രമിക്കല്ലേ മോനെ. അത് പ്രായത്തിന് ചേർന്നതല്ല. എനിക്കും ഭീഷണിയാ. രഘുവിനെ വിട്ട് വേണുവിനെ അംബികയും മനോജിനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ച പോലെ എന്നെയും കൊല്ലുന്ന? ഹ, അത് വെറുതെ മേഡം. ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതി, തീർന്നു നിങ്ങളുടെ ഈ ആളെ കൊല്ലുന്ന മെഗാ ഷോ. എന്താ ഞാൻ ചെയ്യട്ടെ? നിനക്ക് എന്താ വേണ്ടത്? പണമാണോ? എനിക്കൊന്നും വേണ്ട. ആ, ഒന്ന് നിന്നേ. അങ്ങനെ മുന്നിൽ കാണുന്നതെല്ലാം വിലയിട്ട് ചോദിക്കില്ലേ മേഡം? നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയാത്ത പലതുണ്ട് ഈ ഭൂമിയിൽ, അത് മറക്കണ്ട. കണ്ടു പരിചയമുള്ളത് കൊണ്ടാ പെരുവഴിയിൽ നിന്നപ്പോ നിന്റെ മുമ്പിൽ ഈ വണ്ടി നിന്നത്. അതൊരു യോഗ്യതയായി കണക്കാക്കണ്ട. ഈ സീതാലക്ഷ്മിക്ക് പർച്ചേസ് ചെയ്യാനുള്ളതാടാ എന്റെ കൺമുൻപിലുള്ളത് എന്തും. വെറുതെ വികാരം കൊല്ലണ്ട നീ. ആവശ്യമില്ലാത്ത വണ്ടിക്ക് ഇതുപോലെ കൈ കാണിക്കുകയും വേണ്ട. അത് ചിലപ്പോ നന്നാവില്ല. അനിയൻ ചെല്ല്. മാഡം, ഞാൻ കൈ കാണിച്ചതല്ല കുഴപ്പം. നിങ്ങളെപ്പോലെ കൈവിട്ടു പോകുന്ന വണ്ടിക്കാ കുഴപ്പം. ഒന്ന് സൂക്ഷിച്ചോ. കൈവിട്ടു പോകുന്നത് നിങ്ങളുടെ പൊന്നുമോളുടെ ജീവിതം. പോടാ, വണ്ടി എടുക്ക. ജോണേട്ടനോ? സാറ് അകത്തുണ്ട്. ഹരി, ഹരി, ജോണേട്ടാ ആ കോളിംഗ് ബെല്ലൊന്ന് അടിച്ചേരെ. ആ, എന്താ ജോൺ, എന്താ ഇങ്ങനൊരു വരവ്? ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ. എന്തോ സീരിയസ് മാറ്റർ ആണല്ലോ ജോണേ. സാർ, ഞാൻ ഫോണിൽ ട്രൈ ചെയ്താലൊന്ന് കരുതിയതാ. പിന്നെയാ നേരിട്ട് വരാമെന്ന് കരുതി. സിറ്റി സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ വന്ന് കിടപ്പുണ്ട്. ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നും 7/2/2015 ഒരു കുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ടെന്ന്. പെറ്റീഷനോ? ഏത് ചാനലിൽ? നേരിട്ടുള്ള പെറ്റീഷനാ സാർ. ആരാ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്?
മിസ്സിംഗ് ആയ കുട്ടിയുടെ അമ്മ മൈന. സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് അമ്മണിയമ്മ. കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ് സാർ. പെറ്റീഷന്റെ ഒരു കോപ്പി അവർ കമ്മീഷണർക്കും അയച്ചിട്ടുണ്ട്. അതിന്റെ ഇൻഫർമേഷൻ സാറിന്റെ ടേബിളിലും വന്നിട്ടുണ്ടാവും. ഇനി എന്താ സാർ ചെയ്യണ്ടേ? നിയമം നടക്കട്ടെ. ജോൺ പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം. സാർ